കാത്തിരുന്ന് കാത്തിരുന്ന് കൊതിച്ചു കിട്ടിയതല്ലേ അബ്രഹാമിന്റെ സന്തതിയെ. അപ്പൊ കൈ കിട്ടിയപ്പോൾ സ്വാഭാവികമായി മാനുഷികമായി ചിന്തിച്ചു നോക്കിയാൽ ഒരു അപ്പനല്ലേ, ഒരമ്മയല്ലേ ചിലപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട സ്നേഹം പോലും ബൈബിളിനകത്ത് അങ്ങനെ എഴുതിയിട്ടില്ല. ഞാൻ എൻ്റെ ചിന്തയിൽ പറയുകയാണ്, ഇസഹാക്കിന് കൊടുത്തേക്കാമായിരിക്കും. പക്ഷെ കൊടുത്ത കാരണത്താലായിരിക്കാം എന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് അബ്രഹാം പിരിയുന്നു, അകന്നു പോകുന്നു. ആ സ്നേഹം എനിക്കൊന്ന് പരീക്ഷിക്കണം എന്ന് വെച്ചുകൊണ്ടായിരിക്കാം അബ്രഹാമിനെ ഈ ശോധനയിൽ കൂടെ, ഈ പരീക്ഷയിൽ കൂടെ ദൈവം കടത്തിവിട്ടത്. അതുകൊണ്ടാണ് അബ്രഹാമിനോട് ദൈവം വ്യക്തമായിട്ട് പറഞ്ഞത്, നീ സ്നേഹിക്കുന്ന നിന്റെ മകനായ ഇസഹാക്കിനെ തന്നെ എന്ന് പറഞ്ഞാൽ ഇസ്മായേലിനെ നീ കൊണ്ടുവരരുത്. നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ തന്നെ നീ കഴിക്കണം. ദൈവം നോക്കുകയാ, എൻ്റെ വാക്കനുസരിക്കുന്നുണ്ടോ, എന്നോടുള്ള സ്നേഹം ഇപ്പോഴുണ്ടോ, മുൻകാലത്തെ പോലെ ഇറങ്ങിത്തിരിച്ചപ്പോഴുള്ള ആവേശം, ആ സ്നേഹം ഇപ്പോഴും ഉണ്ടോ എന്ന് ദൈവം അബ്രഹാമിനെ ഒന്ന് പരീക്ഷിക്കുകയാണ്, ഒന്ന് ശോധന ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ടിട്ട് 20 വർഷവും 30 വർഷമൊക്കെ ആയി കാണും. പാരമ്പര്യം പറയാൻ നിനക്ക് ഏറെ കാണും. പക്ഷെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വഴി മാറാതെ ഒത്തിരി ശോധനയിൽ കൂടെ, മക്കളിൽ കൂടെയോ സാമ്പത്തികത്തിൽ കൂടെയോ കുടുംബജീവിതത്തിൽ കൂടെയോ മറ്റു പല മേഖലയിൽ കൂടെ, ജോലിയോ ആരോഗ്യമോ ഇവയിൽ കൂടെ ഒക്കെ ഒരു ശോധനയിൽ കൂടെയാണ് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അത് നിങ്ങളെ നശിപ്പിക്കാനല്ല, അത് നിങ്ങളെ കൊല്ലാനല്ല, പിന്നെയോ കർത്താവിനുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് കർത്താവിനൊന്ന് അറിയേണ്ടതിന് നിന്നെ ആ കഷ്ടതയിൽ കൂടെ ഒന്ന് കടത്തി വിടുക, ആ ശോധനയെ കൂടെ ഒന്ന് കടത്തി വിടുക, ആ തീയിൽ കൂടെ ഒന്ന് കടത്തി വിടുക. അങ്ങനെ അതിനകത്ത് നീ ജയിച്ചാൽ, അവിടെ ജയിക്കുമ്പോഴാ യാക്കോബ് 1:12 പറഞ്ഞത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.